5 മന്ത്രിമാർ വേണം, വിദ്യാഭ്യാസം ഉൾപ്പെടെ വകുപ്പുകളിലും വിട്ടുവീഴ്ചയില്ലെന്ന് മുസ്ലിം ലീഗ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന UDF സർക്കാരിൽ 5 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ മുസ്ലിം ലീഗ്. മുൻ UDF സർക്കാരുകളുടെ കാലത്ത് ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഇത്തവണയും നിലനിർത്തണമെന്നും അതിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ലെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ചർച്ചകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും വകുപ്പ് വിട്ടുകൊടുക്കില്ലെന്ന കർശന നിലപാടിലാണ് ലീഗ്. ഈ ആവശ്യം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഉന്നയിച്ചിരുന്നു. ലീഗിന്റെ കടുത്ത നിലപാടിന് പിന്നാലെ മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മലബാറിൽ നിന്നുള്ള കോൺഗ്രസ് MLA-മാരും നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിച്ചു. ഇതോടെ ഡൽഹിയിൽ പെട്രോളിന് വില 97 രൂപ 77 പൈസയും ഡീസലിന് വില 99 രൂപ 67 പൈസയും ഉയർന്നു. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 110 രൂപ 76 പൈസയും നിലവിലെ നിരക്ക്. ഇന്ധനവില നിയന്ത്രിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ മുൻകാല വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടതായി ആക്ഷേപം ഉയരുന്നുണ്ട്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ രമേശ് ചെന്നിത്തല UDF മന്ത്രിസഭയിൽ അംഗമായേക്കുമെന്ന് സൂചന. ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനത്തിൽ ധാരണയായെങ്കിലും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. കർണാടകയിൽ DK ശിവകുമാറിനെ അനുനയിപ്പിച്ച മാതൃകയിൽ കേരളത്തിലും ഉപമുഖ്യമന്ത്രി പദം നൽകണമെന്ന ആവശ്യം ചെന്നിത്തല പക്ഷം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഈ പദവി പതിവുള്ളതല്ല എന്നത് ഹൈക്കമാൻഡിന് മുന്നിൽ വെല്ലുവിളിയാണ്. ആഭ്യന്തര വകുപ്പ് വേണമെന്നതാണ് ചെന്നിത്തലയുടെ പ്രധാന താല്പര്യം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആഭ്യന്തരം വിട്ടു നൽകാൻ VD സതീശൻ തയ്യാറാകില്ലെന്നാണ് സൂചനകൾ. സംസ്ഥാനം പാപ്പരായെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ വാദം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. 2ാം LDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ 4000 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുണ്ടെന്നും ക്ഷേമ പെൻഷനുകൾ ഒരു ഗഡു പോലും കുടിശ്ശികയില്ലാതെയും ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, TA എന്നിവ കൃത്യമായി നൽകിയുമാണ് ഭരണം കൈമാറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള ദേവിയാണ് ഫലം പുറത്തുവിട്ടത്. പുതിയ സർക്കാർ അധികാരമേൽക്കാത്ത പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഫലപ്രഖ്യാപനം നടന്നത്. 99.07% ഇത്തവണത്തെ വിജയ ശതമാനം. പരീക്ഷ എഴുതിയ 4,17,497 വിദ്യാർത്ഥികളിൽ 30,516 പേർ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. നീറ്റ് UG 2026 പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായും പരീക്ഷാ നടത്തിപ്പിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും കേന്ദ്ര സർക്കാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വാർത്താ സമ്മേളനത്തിലാണ് പരീക്ഷാ നടത്തിപ്പിലെ പാളിച്ചകൾ തുറന്നു പറഞ്ഞത്. പരീക്ഷാ ചരിത്രത്തിൽ ആദ്യമായാണ് നീറ്റ് പ്രവേശന പരീക്ഷ ഒന്നാകെ റദ്ദാക്കേണ്ടി വരുന്ന അസാധാരണ സാഹചര്യം രാജ്യത്തുണ്ടായിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 114 പേർ മരിക്കുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിച്ച കാറ്റാണ് സംസ്ഥാനത്തെ തകിടം മറിച്ചത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പിണറായി വിജയനും കുടുംബവും ചേർന്ന് നിയുക്ത മുഖ്യമന്ത്രിയെ സ്വീകരിക്കുകയും ഇരുവരും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. 10 വർഷം മുഖ്യമന്ത്രിയായും 16 വർഷം പാർട്ടി സെക്രട്ടറിയായും പ്രവർത്തിച്ച പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണെന്നും പുതിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിന് അനുഗ്രഹം തേടിയാണ് എത്തിയതെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടതോടെ ആഭ്യന്തരം ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ ആവശ്യപ്പെടാൻ KC വേണുഗോപാൽ പക്ഷം നീക്കം ശക്തമാക്കി. ചർച്ചകൾക്കായി KC വേണുഗോപാൽ നേരിട്ടെത്തുമെന്നാണ് സൂചന. ആഭ്യന്തരം കൂടാതെ ധനകാര്യം, റവന്യൂ, ആരോഗ്യം, ടൂറിസം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളാണ് KC വേണുഗോപാൽ പക്ഷം ആവശ്യപ്പെടുന്നത്. 3 ദിവസത്തെ ചൈന സന്ദർശനം പൂർത്തിയാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങി. കൂടിക്കാഴ്ച വിജയകരവും മറക്കാനാകാത്തതുമാണെന്ന് ട്രംപ് വ്യക്തമാക്കി. ചരിത്രപരവും നാഴികക്കല്ലുമാണ് സന്ദർശനമെന്ന് ഷി ജിൻപിങ്ങും വ്യക്തമാക്കി. ഇറാന് സൈനിക സഹായം നൽകില്ലെന്ന് ചൈന ഉറപ്പു നൽകിയതായി ട്രംപ്. ഇറാൻ യുദ്ധം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.